പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ മോണോക്രോം പ്രിന്ററായ എപ്സൺ M1100 എന്ന പ്രിന്ററിൽ പ്രിന്റ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ എങ്ങനെ വാട്ടർമാർക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് എങ്ങനെ അതിൽ കൊണ്ടുവരാമെന്ന് വെച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതേപോലെ പ്രിൻ്റ് ഔട്ടിൽ കണ്ടില്ലേ, ഇതേപോലെ BNK ടെക്നോളജീസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് ഇതേപോലെ വാട്ടർമാർക്കായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. നോർമലി ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുക, അതിലാണ് നമ്മൾ ഈ വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് പ്രിൻ്റ് കൊടുക്കുക. അതിൽ മുകളിൽ കാണുന്ന പ്രോപ്പർട്ടീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആയി വരും. അവിടെ ഈ മോർ ഓപ്ഷൻസ് എന്നുള്ളത് കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് സെൻട്രലായിട്ട് കാണാൻ കഴിയും വാട്ടർമാർക്ക് ഫീച്ചേഴ്സ് എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ സെൻട്രൽ കണ്ടില്ലേ വാട്ടർമാർക്ക്, അവിടെ നമുക്ക് അവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. കോൺഫിഡൻഷ്യൽ ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ അത് പ്രിൻ്റ് ഔട്ടിൽ വരും. ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണെങ്കിൽ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ നെയിം എന്നുള്ളവിടെ നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതവിടെ സേവ് ആയിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ല അവിടെ വാട്ടർമാർക്കിൻ്റെ അവിടെ നമ്മുടെ പേര് കാണിക്കുന്നു. എന്നിട്ട് ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ പ്രിൻറ്റിൻ്റെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഒരു ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.